ഹായ് ഹലോ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ്, തമ്പനയിൽ കണ്ടത് തന്നെയാണ്. എങ്ങനെ വാച്ചിങ് അവർ ഇനി മുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൂട്ടാം. പെട്ടെന്ന് ഇപ്പോൾ ചെറിയ പൈസ കൊടുത്താൽ ഒരു 8000 രൂപ കൊടുത്താൽ 4000 മണിക്കൂറും അതുപോലെ തന്നെ 1000 സബും കൂട്ടാം എന്നുള്ളതും, അതുപോലെ തന്നെ ചെറിയ 699 രൂപക്ക് 1000 സബിനെ നിങ്ങൾക്ക് കിട്ടും, ഇനി ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നിരന്തരമായിട്ടുള്ള മെസ്സേജുകൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇത് എന്താണ് ഇതിന്റെ ഒരു ഇത് എന്നറിയാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഇതേപോലെ ഒരു സ്മൈലി ചിഹ്നം ഇട്ടുകൊണ്ട് ഒരു ചിരിക്കുന്ന ചിഹ്നം, എനിക്കിത് കണ്ടാൽ ചിരി വരും. അറിയാലോ, ഞാൻ ഇത്തരം വീഡിയോസിനൊക്കെ എതിരായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ആകാം എനിക്ക് ചിരി വന്നപ്പോൾ ഞാൻ ഒരു ചിരിയുടെ ചിഹ്നം ഇട്ട് കൊടുത്തു. ഉടൻ തന്നെ അവര് എനിക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ച് റിപ്ലൈ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ അടുത്ത റിപ്ലൈ മെസ്സേജ് ഞാൻ അവരോട് അയച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറ്റമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ഇഷ്ടപ്പെട്ടവർ മാത്രമല്ലേ നമ്മുടെ വീഡിയോസ് കാണേണ്ടത്, അങ്ങനെയുള്ളവർ മാത്രമല്ലേ നമ്മൾ സബ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് ആളെ കളിയാക്കുന്നോ അങ്ങനെ എന്തോ ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പൊ ആ ഒരു മെസ്സേജും അവർ അപ്പൊ ഇത്തരത്തിൽ ചെയ്ത ഒരു ചർച്ചയുടെ ഒരു ഫുൾ ഭാഗമാണ് ഞാൻ ഇവിടെ ഇടുന്നത്. 12 മിനിറ്റോളം ഞാനിങ്ങനെ അവരുമായി ചർച്ച ചെയ്ത ആ ചർച്ചയുടെ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് ആ വീഡിയോസ് ഇടുന്നതിന് മുന്നോടിയായിട്ട്, ഇങ്ങനെ വാച്ചിങ് അവർ കയറ്റി ഇപ്പൊ മോണിറ്റൈസേഷൻ ആയ ഒരു ചാനൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ, ഒരു ഓർഗാനിക് ആയിട്ടുള്ള സബ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ, ഓർഗാനിക് ആണോ സബ് എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചാനൽ നമുക്ക് വാങ്ങണമെങ്കിൽ മിനിമം ഒരു 25,000 രൂപ 20,000 രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് അത്യാവശ്യം നല്ലൊരു ചാനൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്തരക്കാർ ഇങ്ങനെ വാച്ചിങ് അവരൊക്കെ കൂട്ടി സബ് ഉണ്ടാക്കി അത്തരം ചാനലുകൾ അവർ എന്തുകൊണ്ട് വിൽക്കുന്നില്ല? ഓക്കെ, ഇനി പറയാം. നമുക്കൊരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോസ് ഒരു 1 മില്യൺസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. ഇവർക്ക് എന്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ 1.5 ലക്ഷം ഈ ഒരു വാച്ചിങ് അവർ കൂട്ടുന്ന പോലെ ഇങ്ങനെ അവരുടെ ഒരൊറ്റ വീഡിയോസ് ഇട്ടിട്ട് അതിന്റെ വാച്ചിങ് അവർ കൂട്ടി അത്ര അങ്ങനെ ക്യാഷ് ഉണ്ടാക്കിക്കൂടാ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചെറിയ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി മറ്റൊരു കാര്യം, ഒരു 4000 മണിക്കൂർ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത നിങ്ങൾ ഈ 4000 മണിക്കൂർ ഉണ്ടാക്കുന്നതിനേക്കാൾ പണിയാണ് $100 ഉണ്ടാക്കുക എന്നുള്ളത്. ആരുടെ കാര്യത്തിൽ? ശരിയായ രീതിയിൽ വീഡിയോസ് ഇടാത്തവരുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഒരു ഉപകാരവും ഇല്ല നിങ്ങൾക്ക്. ഒന്നാമത് കയറാത്ത ചാനല്, ഡെഡ് ചാനല്, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു ചാനൽ കയറ്റിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയിരുന്നില്ല പണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിയേ. അപ്പൊ പ്രിയപ്പെട്ടവർ, ഞാൻ ഇത് കൂടുതൽ പറയുന്നില്ല. അതിൽ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ അതിൽ റിപ്ലൈ നൽകാറുണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ്. അപ്പൊ അവര് കോണ്ടാക്ട് എന്ന് പറയുന്ന നമ്പറുകൾ ഇങ്ങനെ അവർ കോണ്ടാക്ട് എന്നൊക്കെ പറയുന്ന നമ്പറുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം വലയിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ ഒരു ഫുൾ രൂപത്തിലുള്ള ഒരു വീഡിയോസ് ഇതിന്റെ കൂടെ ഞാൻ അവരുമായി ചാറ്റ് ചെയ്തതും എല്ലാം ഇവിടെ അയക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഞാനൊരു ടീംസിനെ ഇത് ചാറ്റ് ചെയ്താണ് കേട്ടോ, കാരണം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. ഈ വാച്ചിങ് അവറൊക്കെ കയറ്റുന്ന ഒരു ടീംസിന് വേണ്ടി വെറുതെ ഞാൻ അവരുടെ ഇതിലൊരു അവരാളറിയാതെ ഒരു മെസ്സേജ് ഇട്ടതാണ്. ഓക്കെ, ഞാനിങ്ങനെ ഒരു ചിരിക്കുന്ന ഒരു ചിഹ്നം അവരിങ്ങനെ വാച്ചിങ് അവർ കയറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന ഒരു ചിഹ്നം ഇട്ടപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ചിഹ്നം. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ, സുഹൃത്തെ, യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കുന്ന, യൂട്യൂബ് ടിപ്സുകളെ കുറിച്ച് പറയുന്ന, യൂട്യൂബ് റൂൾസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ ഉള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് തന്നെ ഈ മെസ്സേജ് വന്നപ്പോൾ ചിരി വന്നത് കൊണ്ടാണ് ചിരിച്ചത്. യൂട്യൂബിലെ പുതിയ അപ്ഡേഷൻ ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ മല്ലു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെ ചിരിക്കുന്നൊരു ചിഹ്നം ഇട്ടതിന് അവർ എനിക്ക് വന്ന മെസ്സേജാണ് എന്ത്, ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ച് ഡയലോഗ് അടിക്കുന്നോ എന്നുള്ളത് അവർ ചോദിച്ചു. നോർമലി ഒരു യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയോടാണ് ഇങ്ങനെ ചോദിച്ചെങ്കിൽ ഒന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറഞ്ഞ് അവിടെ അവസാനിക്കും. പക്ഷെ ഞാൻ അവിടെ അതല്ല ചെയ്തത്. ഞാൻ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തു. അവർ ഇത് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ച് ഡയലോഗ് അടിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ധാർഷ്ട്യം അവിടെ തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതിന് മറുപടി കറക്റ്റായിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. എന്താണ്? തീർച്ചയായിട്ടും അങ്ങോട്ട് വന്ന് തന്നെ മെസ്സേജ് അയച്ചു ഡയലോഗ് അടിക്കും. കാരണം ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു ചിരിക്കുന്ന ചിഹ്നം ഇട്ടാൽ അത് ഡയലോഗായി തോന്നിയെങ്കിൽ, നിങ്ങൾക്ക് പേടിയായി തോന്നിയെങ്കിൽ നിങ്ങൾ എന്തോ ഭയപ്പെടുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞൊരു അടുത്ത എൻ്റെ ഡയലോഗ് അടിക്കാൻ 100 തെളിവുകൾ ഉള്ള ആളായതുകൊണ്ടാണ് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചിഹ്നം മാത്രമാണ് ഇട്ടത്. ഓർഗാനിക് സബ് എന്ന് പറയാൻ നിങ്ങളുടെ ഒരു സബ് മാത്രമേ നിങ്ങൾക്കുണ്ടാകൂ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും സബ് മാത്രം. എല്ലാ സബും എല്ലാ ഫോളോവേഴ്സും ഫേക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് ഞങ്ങൾ ചില കേരളക്കാർക്ക് ഉണ്ട് എന്നുള്ളത്. അതല്ലാത്ത എല്ലാം, അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് വരാത്ത ബാക്കിയുള്ളതെല്ലാം ഫേക്കാണെന്നുള്ളത്. പിന്നെ അടുത്ത ഞാൻ എഴുതിയിട്ടത് ഫോട്ടോയും വാഗ്ദാനങ്ങളും കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നത്, അത് കാണുമ്പോൾ പ്രതികരിക്കുന്നില്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് ശരിയാണ്, വരുന്നത് ചിരി തന്നെ. പിന്നെ ആ ചിരി നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ പിന്നെ എന്താണ് പറയുക? പറ്റിക്കുന്ന നിങ്ങൾക്കറിയാം ഇത് പറ്റിപ്പാണ് എന്നുള്ളത്. ഞങ്ങളിൽ ചിലർക്കും അറിയാം നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുന്നവരാണ് എന്നും. പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാം കയറി എതിർക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് വെറുതെ ചിരിച്ച് ഒഴിവാക്കിയെന്ന് മാത്രം. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പ്രതികരണ ശേഷി ഇല്ല എന്ന് കരുതരുത്, പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് എൻ്റെ നമ്പർ അങ്ങോട്ട് അയച്ചു കൊടുത്തു. 9966291287 ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. കുറച്ച് ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ? എങ്കിൽ ഞാൻ ഒരു 10 കസ്റ്റമറെ ഇന്ന് തന്നെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഒന്ന് വിളിക്കുമോ? അപ്പോൾ അവർ നമുക്ക് അതിന് മെസ്സേജ് തന്നു. അതോടുകൂടി അവർ കുറച്ച് മാന്യമായി സോറി വിളിക്കാനുള്ള ടൈം ഒട്ടുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ അടുത്തത് ഒരിക്കലും വഴക്കിടാനല്ല, എന്നെ വിളിക്കാനോ ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ മാത്രമാണ്. അത് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വന്ന് ഡയലോഗ് അടിക്കുന്നു എന്ന ഡയലോഗ് പറഞ്ഞത് കൊണ്ടല്ല, ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രം. ഞങ്ങൾ കസ്റ്റമേഴ്സിന് ക്ലാരിറ്റി തരേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ഒന്ന് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ വിളിക്കുമോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പിന്നെ ഞാൻ വെറുതെ അവരോട് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ ഒരു ബയോഡാറ്റ ആക്കി വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കരുതുന്നു, കുഴപ്പമില്ല എന്ന് കരുതുന്നു, വിത്ത് യുവർ പെർമിഷൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും കോൺടാക്ട് നമ്പർ സെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞായിട്ട്. ഓക്കെ, എന്നിട്ട് അഡ്മിന്റെ കയ്യിൽ കൊടുത്ത് പിന്നെ ആളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വോയിസ് ആയിട്ട് തന്നെ അവർക്ക് അയച്ചു. അപ്പോൾ ഞാൻ അയച്ച വോയിസ് കേട്ടോളൂ. ഞങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് നമുക്ക് അഡ്മിൻ എന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് എന്നോ ഒന്നും ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 1000 സബിന് ഞാൻ എടുക്കാം, നിങ്ങൾ പറയുന്ന പൈസ തന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി തരും. ഓർഗാനിക് സബ് ആണോ അത് എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചാൽ അതിനൊരു മറുപടി നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഞാനാണ് കസ്റ്റമർ എന്ന് കരുതിക്കോളൂ. ഇപ്പൊ ഇവിടെ ഈ കേരള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റു പല പേരിലും അവിടെയും പൈസ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് 1, 2, 3 നമ്പറുകൾ ഇങ്ങനെ ഫോൺ നമ്പറുകൾ മാറ്റുക എന്നല്ലാതെ നിങ്ങൾ വോയിസ് ആയിട്ട് സംസാരിക്കുന്ന പോലും കേട്ടില്ല. നമ്പർ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, അതും വേണം പറയാൻ. അങ്ങനെ നിങ്ങളുടെ ഫേസ് കണ്ട് നിങ്ങൾ എവിടുത്തെ ആളാണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു, ഞാനൊരു യൂട്യൂബ് ടെക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ കസ്റ്റമർ അത് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ എന്ന വ്യക്തി നിങ്ങളെ നേരിട്ട് അറിയണ്ടേ, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് അറിയണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് കുറച്ചും കൂടി വ്യക്തത വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ കുറച്ച് ക്ലാരിറ്റി, എന്റെ ആ വർക്കുകളെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ അഡ്മിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അഡ്മിൻ വന്ന് എന്നോട് ചാറ്റ് ചെയ്താൽ മതിയല്ലോ, നിങ്ങൾ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല നമ്മൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് എന്താണ് നിങ്ങൾ ഡയലോഗ് അടിച്ചത്, ഇങ്ങോട്ട് വന്ന് ഒരു ഡയലോഗൊന്നും ഞാൻ അടിച്ചിട്ടില്ല, ഒരു ചിരിക്കുന്ന ചിഹ്നം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ അസത്യമല്ലാത്ത രീതിയിൽ നിങ്ങൾക്കെതിരെ എന്ത് മെസ്സേജ് അയക്കാൻ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് ഇത് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് പക്കയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ പിന്നെ ഇതാക്കുന്ന രൂപത്തിൽ ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ എന്നെ ക്ലിയർ ആക്കുക, ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് എന്റെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മറുപടി തരൂ, അതാണ് എന്റെ ചോദ്യം. ഇപ്പോഴും ഞാൻ അപേക്ഷയുടെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോൾ അവരുടെ സ്വരമെല്ലാം മാറി. ഇനി അവർ എന്നോട് സംസാരിക്കുന്ന ഭാഷ കേട്ടോളൂ. ഇതുവരെയൊക്കെ ഒരു ധാർഷ്ട്യത്തിലായിരുന്നു അവർ അയച്ചിരുന്നത്. ഇപ്പൊ ഇനി സാറേ എന്നൊക്കെ വിളിച്ചിട്ട് അവർ സംസാരിക്കുന്നത് കേൾക്കാം നമുക്ക്. നമ്പർ സെൻഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ട് ആളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഹലോ സർ, ഗുഡ് ഈവനിങ്. ആക്ച്വലി നമുക്ക് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അഡ്മിൻ്റെ നമ്പറാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ സെൻഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സോ കാര്യങ്ങളോ ആയാലും എന്ത് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും ആൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമ്മളെക്കാളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കുറച്ച് വ്യക്തമായിട്ടും ആളുടെ അടുത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ അടുത്ത് കൊടുത്തിട്ട് ആളെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ മറുപടി കേട്ടോളൂ കേട്ടോ. അവർക്ക് ഓൾറെഡി ഞാൻ നമ്പർ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 9966 എന്നൊക്കെ പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി കേൾക്കാം.
ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു യൂട്യൂബ് ടെക് വീഡിയോസ് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്, യൂട്യൂബിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ കസ്റ്റമേഴ്സ് വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ് 4000 മണിക്കൂറും 1000 സബും എന്ന് പറയുന്നത്. ഈ 1000 സബും 4000 മണിക്കൂറും ഒരുമിച്ച് ആക്കി കൊടുക്കാൻ എത്രയാണ് എമൗണ്ട് നിങ്ങൾ ഈടാക്കുന്നത്? അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഞാനിപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ എത്രയാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറയൂ. അപ്പൊ അവരതിന് ഓക്കെ, അപ്പൊ അങ്ങനെ ഓക്കെ, നമുക്കിപ്പം നമ്മൾ മോണിറ്റൈസേഷൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം യൂട്യൂബിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മോണിറ്റൈസേഷന്റെ വർക്ക് സ്റ്റോപ്പാണ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിന്റെ വർക്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് പല കാറ്റഗറി വരുന്നുണ്ട്. ഇനി ഇവിടെ കാറ്റഗറി പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടാ. നിങ്ങൾക്ക് പലതരം കാറ്റഗറികൾ തരുന്നുണ്ട് അവര്. ഇംഗ്ലീഷ് സബ്, ഇന്ത്യൻ സബ്, മല്ലു സബ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അതായത് റോബോട്ടിക്, പക്ക റോബോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പിനുള്ളിൽ നിറച്ചു വെച്ച കുറച്ച് സബുകൾ വളരെ ഈസിയാണ്. അതാണ് നിങ്ങൾ പറയുന്നത്. അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോളൂ. നമുക്ക് ഈ നോൺ ഗ്യാരണ്ടി വരുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്തിയത് നമുക്ക് നോൺ ഗ്യാരണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. നോൺ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ സബിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കുറച്ച് സംഭവങ്ങൾ. അതിപ്പോൾ വാച്ചിങ് അവറിനായാലും അതേപോലെ തന്നെ ഗ്യാരണ്ടി ഇല്ലാത്തത്. ഇത് നിങ്ങൾക്കൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയിൽ ചെയ്ത്. അവരെ വോയിസ് മൊത്തത്തിൽ ഒന്ന് കേൾക്കാം ഇനി. ഓക്കെ, നമുക്ക് ഈ നോൺ ഗ്യാരണ്ടി വരുന്നുണ്ട്. നോൺ ഗ്യാരണ്ടി ആകുമ്പോൾ നമുക്ക് 699 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് ഗ്യാരണ്ടീഡ് വേൾഡ് വൈഡ് വരുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് 999 ആണ് വരുന്നത്. പിന്നെ ഇന്ത്യൻ മിക്സ് ഉണ്ട്, അതേപോലെ ഇന്ത്യൻ സബ് ഉണ്ട്, അതേപോലെ മല്ലു സബ് ഉണ്ട്. മല്ലു ആക്റ്റീവ് ആയിട്ടുള്ള മലയാളി സബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3499 ആണ് പ്രൈസ് വരുന്നത്. ആക്ച്വലി നമുക്ക് ആദ്യമൊക്കെ കുറച്ച് മുന്നേ ഒക്കെ മോണിറ്റൈസേഷൻ നമുക്ക് 5K 6K 4K ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. ഇപ്പം ലാസ്റ്റ് ആയിട്ട് നടന്നത് 9K 10K ആ ഒരു പ്രൈസിലായിരുന്നു. പക്ഷെ ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ അവർ വാങ്ങുന്നത് 5K 10K ആണ്. ഇപ്പോൾ ആ വർക്ക് നടക്കുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതും ഓക്കെ. ഇനി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കേൾക്കാം. ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓക്കെ, അത് ഓക്കെ, 1000 സബിന്റെ കാര്യം ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വാച്ചിങ് അവറിന് എന്താണ് നിർത്തി വെക്കാൻ കാരണം? നമുക്ക് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ഈ സബിനേക്കാൾ കൂടുതൽ. കാരണം സബ് ഇപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് കയറ്റി കൊണ്ടുവരാൻ പറ്റും സബ് എന്ന് പറയുന്നത്. വാച്ചിങ് അവർ അല്ലേ പ്രധാനപ്പെട്ടത്? വാച്ചിങ് അവർ എന്താ നിർത്തുന്നത്? അതെന്താണ് സംഭവം അങ്ങനെ നിർത്താൻ കാരണം? അത് യൂട്യൂബിന്റെ ഈ അപ്ഡേഷൻ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അപ്ഡേഷൻ ഇഷ്യൂ കാരണമായിരിക്കും. മേ ബി ഈ യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് നോർമൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ വാച്ച് അവറും കാര്യങ്ങളൊക്കെ അഡ്മിൻസ് ആണ്. നമ്മൾ ഓർഡർ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഇതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞ എന്താണെന്നറിയോ, ഇത്തരത്തില് ഓർഡർ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എല്ലാം റോബോട്ടിക്കാണ് ഇതിന്റെ വരുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞ മറുപടിയും കൂടെ കേട്ടോളൂ ഇനി കേട്ടോ. ഓക്കെ, ഞാനിത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ്സിൽ നമുക്ക് ക്യാഷ് തരികയാണ്. അപ്പൊ ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് ഞാനാണ് നിൽക്കുന്നത്. ആസ് ഒരു യൂട്യൂബർ എന്റെ വാക്ക് കേട്ടിട്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന വ്യൂസ് വരും. ഇപ്പോൾ പറയുന്നുണ്ട് പുതിയ അപ്ഡേഷൻ പ്രകാരം സബ് വരെ ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ, സ്ഥിരമായി നമുക്ക് കാണുന്നവരിലേക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ പോകുന്നൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിലേക്ക് വ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് എന്താണെന്നോ, നമ്മുടെ കസ്റ്റമറെ തന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയി പോകരുത്. മൊത്തത്തിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് വിശ്വസിച്ച് പൈസ തരുമ്പോൾ നമ്മളവിടെ ചീറ്റിംഗുകാരൻ ആവരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് പറയാം. അതൊന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു. ഇത്രയും മറുപടി തന്നല്ലോ. അപ്പൊ അവര് വളരെ മാന്യമായിട്ടാണ് പിന്നീടുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. മാന്യത വിട്ടിട്ട് അവരും പറഞ്ഞിട്ടില്ല, അത് വേണം. പക്ഷേ നമ്മളിപ്പോ മോണിറ്റൈസേഷൻ പാക്കിലായാലും നമ്മൾ ഈ ഒറിജിനൽ സബ് അല്ലാണ്ട് നമ്മൾ നോർമൽ സബ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ മോണിറ്റൈസേഷൻ പാക്കേജസിൽ വരുന്ന സബ് അതാണ്. പക്ഷെ അതുകൊണ്ട് ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്യൂച്ചറിൽ വരാം. അവർക്ക് തന്നെ കറക്റ്റ് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഇതൊക്കെ അവരുടെ സ്റ്റാഫാണ് കേട്ടോ. നമ്മൾ ഇവരെ എങ്ങനെ കുറ്റം പറയും? സ്റ്റാഫ് തന്നെ ആയിരിക്കും മിക്കവാറും, എനിക്ക് തോന്നുന്നു. മാത്രമല്ല നമുക്ക് ആക്റ്റീവായിട്ടുള്ള സബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് അല്ല. അത് ഇപ്പം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മല്ലു ഫോളോവേഴ്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് വെച്ചിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അക്കൗണ്ട്സ് അല്ല. നമ്മുടെ പേജസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പേജസ് ഉണ്ട് ഈ വർക്കിന്റെ. അപ്പൊ പേജസിലൊക്കെ സ്റ്റോറികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ മല്ലു ഫോളോവേഴ്സ് ആവും, അതേപോലെ മല്ലു ലൈക്സും മല്ലു വ്യൂസും ഒക്കെ അതിന്റെയൊക്കെ വർക്ക്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യം മാത്രമേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ നമ്മുടെ ലിങ്കുകൾ കൊണ്ടുപോയിട്ട് മറ്റു പേജിൽ ഇട്ടിട്ട് അവിടുന്നാണ് ലൈക്കും ഇതും കിട്ടുന്നത്, വാങ്ങുന്നത് എന്നായിരിക്കാം ഒരു പക്ഷെ ഉദ്ദേശിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കില്ല, ഫേക്ക് അല്ല എന്നുള്ളതും പറയുന്നുണ്ട്. എനിവേ ഇത് കേട്ടതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവരോട് പറഞ്ഞിട്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്കുക. നല്ലതെന്ന് ഓക്കെ താങ്ക് യു. എനിക്ക് നിങ്ങളുടെ അവസ്ഥയും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ അവിടെ സ്റ്റാഫാണ്. ഞങ്ങളെപ്പോഴുള്ള വിളിക്കുമ്പോൾ ആ ഒരു
കറക്റ്റ് ആയിട്ട് അതെടുത്ത് അഡ്മിന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നേരെ മറിച്ച് എന്റെ അവസ്ഥ അങ്ങനെയല്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ നമ്പറും ഞാൻ എവിടെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവർക്കറിയാം. ഒരു പക്ഷേ ഇതിൽ അഡ്മിന്മാരെ നിങ്ങൾ വരെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളൊരു മീഡിയേറ്റർ ആയിട്ട് ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന കോൾ വരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേരും ഒരു പക്ഷേ ഈ പൈസ തരുന്ന ഞങ്ങളോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ല, എക്സ്പെഷ്യലി ഞങ്ങൾ നിങ്ങളെയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു പൂർണ്ണ കോൺഫിഡൻസിലായിട്ട് നിങ്ങൾക്കും പറയാൻ പറ്റുന്നില്ല. അപ്പൊ അത് എത്രത്തോളം എനിക്ക് വർക്കൗട്ട് ആവും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ നല്ലതെന്ന് തോന്നുന്ന കാലത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മാത്രമല്ല നമ്മുടെ അടുത്തൊക്കെ വരുന്നത് ഈ പാവപ്പെട്ട ഈ കിച്ചൺ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ടീംസ് ആയിരിക്കും. ഉള്ളത് പറയാലോ, കിച്ചൺ വീഡിയോസ്, ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വിലയൊക്കെ അരച്ച് മുഖത്ത് തേച്ചാൽ വെളുക്കും, വെളുത്തിട്ട് പാറും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്കുള്ള ആളുകളൊന്നും ടെക്ക് പറയും വലിയ യൂട്യൂബേഴ്സ് ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം അവർ ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടാൽ അവർക്ക് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇത്ര അയ്യോ ഭാവികളായിരിക്കും വരും. ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കയ്യിലെ സ്വർണവും മാലയും ഒക്കെ പണയം വെച്ചിട്ടും വിറ്റിട്ടും ഒക്കെ നമുക്ക് പൈസ തരുന്നവരായിരിക്കും. അഫ്കോഴ്സ് നിങ്ങളൊരു എമൗണ്ട് പറയാം, നിങ്ങളൊരു 15 രൂപ പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഒരു പക്ഷേ 20 ആയിരിക്കാം. നമ്മുടെ കമ്മീഷനും കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അത്രയും ഒരു സംഖ്യ കൊടുത്ത് നമ്മൾ അവരുടെ അടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു സംശയത്തിന്റെ നേരിൽ അവിടെയും ഇവിടെയും നിൽക്കുമ്പോഴേ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വരുന്നത് കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ അവരുമായിട്ട് സംഭാഷണം ചെയ്തപ്പോൾ. ഇത്രത്തോളം അവർ നിങ്ങളുമായിട്ടൊന്നും പറയില്ല കേട്ടോ. അവര് കുറച്ചും കൂടെ സംസാരിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ആ പൈസ അയപ്പിച്ചിട്ട് ബാക്കിയുള്ള റോബോട്ടിക് ആയിട്ടുള്ള സംഭവം അടിച്ചിങ്ങോട്ട് തരും എന്നുള്ളതാണ്. ഇനിയിപ്പോ ബാക്കി നമുക്ക് ഓഡിയോസിൽ പറയാം. അപ്പൊ ഇതാണ് ആ വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന 10,000-ഓ 12,000-ഓ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ആ 12,000 നിങ്ങളെപ്പോലെ ഇത് ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് യൂട്യൂബിൽ നിന്നും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവുമാണ്. മാത്രവുമല്ല ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ചാനൽ ഉണ്ടെങ്കിൽ അവനക്ക് ഒരു 2-3 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. 40 കണ്ടന്റ് ഒക്കെ ഇടുമ്പോഴേക്കും ഒറിജിനൽ ക്രിയേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അവനക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ കപ്പാസിറ്റി എന്താന്നുള്ളത് ആലോചിക്കുക. നിങ്ങളുടെ ഈ കണ്ടന്റ് കൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇത്തരം ചാനൽ, ഈ ഒരു ചാനൽ കയറില്ല, റീച്ച് വരില്ല എന്നുള്ളതൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതിലെ സബിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് പിന്നെ എന്താണ്, UK സബ് ഉണ്ട് എത്ര ഇതില്, പിന്നെ നോൺ ഡ്രോപ്പബിൾ സബ് ഉണ്ട്. UK സബ് നിങ്ങളുടെ കിച്ചൺ വീഡിയോസ് എന്തിനു കാണുന്നു, നിങ്ങളുടെ ബ്യൂട്ടി ടിപ്സ് എന്ത് കാണുന്നു, നിങ്ങൾ മലയാളത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അവരെന്തിനു കാണുന്നു, നിങ്ങളുടെ പിന്നെ ഡെയിലി വ്ലോഗ്സ് UK സബ് എന്തിനു കാണുന്നു, UK ഇംഗ്ലീഷുകാർ എന്തിനാണ് കാണുന്നത്. പിന്നെ നോൺ ഡ്രോപ്പബിൾ സബ് ഉണ്ട് എത്ര, മല്ലു സബ് ഉണ്ട് എത്ര. അപ്പൊ ഇതൊക്കെയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ അവരുടെ കുറെ പേജുകളിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്കുകളൊക്കെ പറഞ്ഞയച്ചെന്നും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ. അപ്പൊ ഞാനൊരു ലേഡിയോടാണ് സംസാരിച്ചത്. അവര് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തോ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നവരുടെ മുഖം കാണില്ല എന്നുള്ളതാണ്. ഇതിന്റെ പരസ്യത്തിന് വരുന്ന ആളുകളുടെ മുഖമല്ലാതെ ഇത് ചെയ്യുന്നവർ അവരുടെ കോണ്ടാക്ട് നമ്പർ വ്യക്തമായിട്ട്, ഇന്ന് ഒരേ പോസ്റ്ററുകൾ പല കമ്പനികൾ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാം. പോസ്റ്റർ ഒന്നായിരിക്കും, പക്ഷെ കമ്പനിയുടെയും ചാനലിന്റെയും ഒക്കെ പേര് വേറെ ഐഡിയിൽ നിന്നായിരിക്കും ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരം അതും ഇതിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ അത്തരം ഒരുപാട് ഭയങ്കര ചീറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. വലിയൊരു വീഡിയോസ് ആണ് കേട്ടോ. ഇതുവരെ കണ്ടവർക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണാം. ആ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.